കുട്ടി പുറത്തുള്ള ഗ്യാങ്ങുമായിട്ട് ചേർന്നിട്ട് കൊട്ടേഷൻ ഗ്യാങ്ങുമായിട്ട് ചേർന്ന് സ്കൂളിൽ വന്ന് പിന്നെ അവരുടെ കുട്ടിയുമായിട്ട് അടിയുണ്ടാക്കിയ കുട്ടിയെ അടിച്ചു. കുട്ടി നമ്മൾ പറയുന്നത് കേട്ടല്ല പഠിക്കുന്നത്, നമ്മൾ പറഞ്ഞനുസരിക്കുകയല്ല, കുട്ടി കണ്ടു പഠിക്കുക. അപ്പോൾ അത് കുട്ടിക്ക് അങ്ങനെ വീട്ടിൽ അഭിപ്രായം പറഞ്ഞ് ശീലിക്കാൻ ശേഷി ഉണ്ടാകുന്ന കുട്ടി, അനുഭവം കിട്ടുന്ന കുട്ടി സ്കൂളിലും വരുമ്പോഴും അതുപോലെ പെരുമാറും. സിനിമകളിലെ അക്രമവും സിനിമകളിലെ പിന്നെ ഇത്തരത്തിലുള്ള ടീമുകളും ഒക്കെ യഥാർത്ഥത്തിൽ കുട്ടികളെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നല്ല മാർക്കില്ലെങ്കിൽ, നേട്ടമില്ലെങ്കിൽ സ്വീകരിക്കപ്പെടാത്ത ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടെന്നുള്ള ഒരു അനുഭവം ആ കുഞ്ഞു മനസ്സിൽ 4 വയസ്സോ 5 വയസ്സോ ഉള്ള ഒരു കുട്ടിക്ക് തോന്നുന്നത് കൊണ്ടാണ് കുട്ടി വീട്ടിലേക്ക് പോകാതെ വേറൊരു ബസ്സിൽ കയറിയിരിക്കുന്നത്. കുട്ടിയെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കുട്ടിയുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ പ്രകടിപ്പിക്കരുത്. തർക്കിച്ച് വഴക്കൂടാനും പാടില്ല, കുട്ടിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കുട്ടിക്ക് ഒരു ശരിയായ രീതിയിലുള്ള വ്യക്തിത്വ രൂപീകരണം, സ്വഭാവ രൂപീകരണം കുട്ടിക്ക് ഉണ്ടാകത്തുള്ളൂ. കടുത്ത ശിക്ഷാരീതികളിലൂടെ കുട്ടിയെ നന്നാക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ തെറ്റാണ്. ഏതെങ്കിലും ചില കുട്ടികളുടെ കാര്യത്തിൽ ചിലപ്പോൾ അത് വിജയിച്ചെന്നിരിക്കും. മറ്റൊരു കാര്യം സാർ, ഈ മൂവീസിലെ സിനിമകൾ കുട്ടികളെ അല്ലെങ്കിൽ ഡയലോഗ്, അതിൽ ആക്ഷൻ ഹീറോ ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു പ്രവണത കുട്ടികളത് കാണിക്കാനുണ്ടാകും. ഇത് എത്രത്തോളം കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് സിനിമകൾ ഇപ്പോഴത്തെ കാലത്ത്? തീർച്ചയായിട്ടും സിനിമകൾ വളരെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയിൽ പിന്നെ പ്രൊഫഷണൽ കോളേജിലെ കുട്ടികൾ പുറത്തുള്ള ഗ്യാങ്ങിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് ഗ്യാങ് ഒരു കൊട്ടേഷൻ പ്രവർത്തനം നടത്തി വേറെ കുട്ടികളെ അടിക്കുന്നതിന് വേണ്ടി വിളിച്ചുകൊണ്ട് പോകുന്നതായിട്ട് ഒരു സിനിമ വന്ന് ഇവിടെ എല്ലാവരും കുട്ടികളുടെ എല്ലാം അതിലെ പാട്ടുകളൊക്കെ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളായിരുന്നു. പക്ഷേ നമ്മൾ കാണുന്ന അതേ സമയത്ത് ഞങ്ങൾ കാണുന്ന ആ സമയത്ത് ഞാൻ കണ്ട ഒരു കേസ്, ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി, ഹയർ സെക്കൻഡറിയിൽ നിന്ന്. കുട്ടി പുറത്തുള്ള ഗ്യാങ്ങുമായിട്ട് ചേർന്നിട്ട് കൊട്ടേഷൻ ഗ്യാങ്ങുമായിട്ട് ചേർന്ന് സ്കൂളിൽ വന്ന് പിന്നെ അവരുടെ കുട്ടിയുമായിട്ട് അടിയുണ്ടാക്കിയ കുട്ടിയെ അടിച്ചു. അതിനുശേഷം പിന്നെ സ്കൂളിൽ വെച്ച് അടി നടത്തിയാൽ അധ്യാപകർ പിടിക്കുമെന്നുള്ളത് കൊണ്ട് കുട്ടി ഈ കൊട്ടേഷൻ പുറത്തുള്ള കൊട്ടേഷൻ ഗ്യാങ്ങുമായിട്ട് പോയിട്ട് കുട്ടിയുടെ വീട്ടിൽ പോയി കുട്ടിയെ അടിച്ച്. ഇങ്ങനെ സംഭവം നടക്കുക. അപ്പോൾ ഇത് ഹയർ സെക്കൻഡറി നടന്നതാണ്, സിനിമയിൽ കാണിക്കുന്ന പ്രൊഫഷണൽ കോളേജിലാണ്. അപ്പോൾ അതാണ് നമ്മൾ കാണേണ്ടത്. അത്തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമകളിലെ അക്രമവും സിനിമകളിലെ പിന്നെ ഇത്തരത്തിലുള്ള ടീമുകളും ഒക്കെ യഥാർത്ഥത്തിൽ കുട്ടികളെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സിനിമകളും ഇത്തരം സീരിയലുകളും ഉണ്ട്. സീരിയലുകളും അത്തരത്തിലുള്ള വളരെ കുറേ മുമ്പുള്ള സീരിയലുകളടക്കം പെൺകുട്ടികളെ വലിയ തോതിൽ സ്വാധീനിച്ച സീരിയലുകളുണ്ട്. ഗ്യാങ് പ്രവർത്തനത്തിന്, പെൺകുട്ടികളിൽ ഗ്യാങ് പ്രവർത്തനം ഉണ്ടാകുന്നതിന് പിന്നെ ആ പശ്ചാത്തലത്തിൽ വന്ന ഒരു സീരിയലുണ്ടായിരുന്നു, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ സീരിയലുകളും സിനിമകളും ഒക്കെ ഇത്തരത്തിൽ ഭയങ്കരമായിട്ടുള്ള വയലൻസും അതുപോലെ ഗ്യാങ് പ്രവർത്തനങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്യുകയും തീമാട്ട് വരികയും ചെയ്യുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു പ്രധാന പ്രശ്നം, ഇത്തരം മീഡിയകൾ കുട്ടികളെ സ്വാധീനിക്കാത്ത ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്ത് നടക്കത്തില്ല, ഇന്നത്തെ കാലത്ത് നടക്കത്തില്ല. ഇനി ഒരിക്കലും അത് നമുക്ക് പുറകിലേക്ക് തിരിഞ്ഞു പോകാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പഴയതിൻ്റെ അതിനെപ്പറ്റി പറഞ്ഞ് ഇന്നത്തേതെല്ലാം മോശം എന്നുള്ള രീതിയിൽ നമുക്കിരുന്നാലും നമ്മളുടെ ഭാവി തലമുറയെ സ്വാധീനിക്കാനും ഫലവത്തായിട്ട് അതുപോലെ വാർത്തെടുക്കാനും കഴിയത്തില്ല. അപ്പോൾ ഇന്നത്തെ വെല്ലുവിളികൾ നേരിടുക തന്നെയാണ് വഴി, ഒളിച്ചോടാൻ കഴിയത്തില്ല. അപ്പോൾ മീഡിയ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയുടെ തീമെല്ലാം മാറ്റി എഴുതണമെന്ന് പറഞ്ഞാൽ സിനിമയുടെ നടക്കത്തില്ല. അവർ പറയും സമൂഹത്തിൽ നടക്കുന്നതാണ് ഞങ്ങൾ കാണിക്കുന്നതെന്ന് പറയും. അപ്പോൾ അതിൽ ഏതാണ് ആദ്യം, സമൂഹമാണോ അല്ല ഈ സിനിമയിലാണോ ഇത് ആദ്യം വയലൻസ് നടക്കുന്നതെന്നുള്ളത് പിന്നെ തർക്കം വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവയൊക്കെ ക്രിട്ടിക്കലായിട്ട് എവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്വഭാവ രീതി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതാണ് ഒരു പ്രധാന കാര്യം, ജീവിത നൈപുണ്യം എന്ന് പറയും, ലൈഫ് സ്കിൽ ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുക. ഇപ്പോൾ ഇത്തരം വിഷയങ്ങളെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നതിനും പ്രോബ്ലം സോൾവിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ല് കുട്ടിക്ക് കിട്ടാൻ കഴിയുന്ന രീതിയിലുള്ള ജീവിത നൈപുണ്യ പരിശീലനം, പ്രതിസന്ധികളെ എങ്ങനെ നേരിടാം, എങ്ങനെ വിശകലനം ചെയ്യാം, അതിൽ ഞാൻ എന്ത് റോൾ എടുക്കണം, അത് എങ്ങനെയാണ് എടുത്താൽ ഈ റോളായില്ലെങ്കിൽ എന്താണ് ദോഷം, ഈ റോളാണെങ്കിൽ എന്താണ് മാറ്റം എന്നുള്ള രീതിയിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായ തിങ്കിങ് കുട്ടികളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ജീവിത നൈപുണ്യ പരിശീലനവും കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അന്തരീക്ഷത്തിലുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ കൂടി നൽകുകയും കൂടെ ചെയ്താൽ മാത്രമേ, അപ്പോൾ ഇത് വളരെ ലളിതമായ പ്രശ്നമല്ല, ലളിതമായി നമുക്കിത് കൈകാര്യം ചെയ്യാനും കഴിയത്തില്ല, വളരെ സങ്കീർണമാണ്.
നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിക്കൊണ്ട് മാത്രം ഇന്നത്തെ അവസ്ഥയിൽ നമുക്കിതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ സ്കൂൾ അന്തരീക്ഷവും വിദ്യാഭ്യാസ സമ്പ്രദായവും മാതാപിതാക്കളും അതുപോലെ തന്നെ പൊതുസമൂഹവും കാണേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണേണ്ടുന്നത് ഈ കൗമാരകാലത്തിലെ കുട്ടികളുടെ ബയോളജിക്കലായിട്ട് തന്നെ ദേ ആർ നോട്ട് മെച്യൂർ. 18 വയസ്സായതുകൊണ്ട് വോട്ടവകാശം കിട്ടുമെങ്കിലും അവരുടെ തലച്ചോറിൻ്റെ വികാസം ഇതിൻ്റെ ജീവശാസ്ത്രവും വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ വികാര വിക്ഷോഭത്തിൽ പെരുമാറിയ കുട്ടിയുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ പ്രീ ഫ്രോണ്ടൽ ലോബ്, തലച്ചോറിൻ്റെ പ്രീ ഫ്രോണ്ടൽ ലോബ് മെച്യൂറല്ല. പ്രീ ഫ്രോണ്ടൽ ലോബ് മെച്യൂർ ചെയ്യുന്നത് 10-25 വയസ്സാകുമ്പോഴാണ്. അപ്പോൾ ഈ പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ ഒരു പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പൾസീവ് അഗ്രസീവ് ബിഹേവിയർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇമ്മച്വർ ബ്രെയിനിൻ്റെ പ്രകടനമാണിതൊക്കെ. ഇത് സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെയാണ് നിങ്ങൾ കമ്പുമായിട്ട് നിൽക്കുന്നത്, കമ്പ് കൊണ്ട് ശരിയാക്കി കളയാമെന്ന് വിചാരിക്കുന്നത്, കടുത്ത ശിക്ഷ. അങ്ങനെ കടുത്ത ശിക്ഷ കൊടുത്താൽ നമുക്ക് കുട്ടിയെ കിട്ടത്തില്ല, കുട്ടി തിരിച്ചടിക്കും. കുട്ടി തിരിച്ചടിച്ച അധ്യാപകരെ പ്രശ്നം ഉണ്ടാക്കിയ എനിക്ക് കേസുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ടീച്ചർ അടിച്ചപ്പോൾ ടീച്ചറുടെ കമ്പി കയറി പിടിച്ച്, ഇത് 10-20 വർഷത്തിന് മുമ്പ് ഹയർ സെക്കൻഡറി തുടങ്ങുന്ന കാലത്തിൽ. അങ്ങനെ ടീച്ചറിന് ഭയങ്കര വിഷമമായിപ്പോയി, നാണക്കേടായിപ്പോയി. ലേഡി ടീച്ചറായിരുന്നു. ടീച്ചർ പോയി പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറഞ്ഞു. പ്രിൻസിപ്പൾ കുട്ടിയെ സസ്പെൻഡ് ചെയ്തപ്പോഴത്തേക്ക് കുട്ടിയും അച്ഛനും കൂടെ, ഞാൻ അന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ജോലി ചെയ്യുക, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കിൽ വന്നു. അങ്ങനെ കുട്ടിയും ആയിട്ട് സംസാരിച്ച് സൈക്കോ സോഷ്യൽ കുട്ടിയെ കണ്ടു, അച്ഛനെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതും പ്രകാരം കുട്ടി പോയി, അച്ഛനും കൂടെ പോയി ടീച്ചറിനെ കണ്ട് സംസാരിച്ച് ടീച്ചറിൻ്റെ അടുത്ത് സോറി പറഞ്ഞു. അങ്ങനെ ടീച്ചർ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ കുട്ടിയെ തിരിച്ചെടുത്ത്. 20 വർഷത്തിന് മുമ്പുള്ള സ്ഥിതിയായത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഡെവലപ്മെൻ്റൽ ചലഞ്ചായിരുന്നു. കുട്ടി നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതേ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ ജയിച്ചിട്ട് അതേ സ്കൂളിൽ തന്നെ ഹയർ സെക്കൻഡറി അഡ്മിഷൻ കിട്ടിയതാണ്, മിടുക്കനാണ്. പക്ഷേ 10ാം ക്ലാസ്സിൽ അടിച്ചപ്പം കുട്ടിയൊന്നും മിണ്ടിയില്ല. പക്ഷേ 12ാം ക്ലാസ്സിൽ വെച്ച് കുട്ടി അടിച്ചപ്പോഴത്തേക്ക് കുട്ടി കമ്പി കയറി പിടിച്ച്. അതാണ് ഇമ്പൾസീവ്. അത് വരുംവരായികളെ പറ്റി ചിന്തിക്കാതെ എടുത്ത് ഇടുന്ന ഒരു സ്വഭാവ രീതി കൗമാരകാലത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടി ടീച്ചറിനെ ധിക്കരിക്കാൻ ചെയ്തതല്ല, പക്ഷേ ഇമ്പൾസീവായിട്ട് കുട്ടി കമ്പി പിടിച്ചതാണ്. ആ സ്വത്വബോധമുണ്ട്, ഞാൻ എൻ്റെ ശരീരം എൻ്റെ സ്ഫിയർ എന്നുള്ള ഒരു ബോഡി സ്ഫിയർ. അപ്പം അതിലേക്ക് വേറൊരാൾ കടക്കുന്നെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ എൻ്റെ അടിക്കാൻ പാടില്ല, എൻ്റെ ദേഹത്ത് പിടിക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട്, പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്, അച്ഛൻ്റെ അടുത്തും പറയുന്നത്. അതുപോലെ ടീച്ചറിനോട് പറഞ്ഞെന്നേ ഉള്ളൂ, അല്ല ടീച്ചറിനോടുള്ള ബഹുമാനക്കുറവുകൊണ്ടല്ല. പക്ഷേ ടീച്ചറിനത് ഭയങ്കര വിഷമത്തിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എല്ലായിടവും നമ്മൾ ഈ കുട്ടിയുടെ തലച്ചോറിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം, കുട്ടി വളരുന്ന സാമൂഹിക മാനസിക അന്തരീക്ഷം നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോ വിഷയത്തിലും ഇടപെടേണ്ടതെന്നുള്ളത്. ആ ഒരു മെസ്സേജ്, ആ ഒരു തയ്യാറെടുപ്പ് സമൂഹത്തിലുണ്ടാകേണ്ടതുണ്ട്, സ്കൂളുകളിലുണ്ടാകേണ്ടതുണ്ട്, പേരൻസിലുണ്ടാകേണ്ടതുണ്ട്. മാതാപിതാക്കളെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ പറയാറുണ്ട് ശിശു സൗഹൃദ ശിശു പരിപാലനം എന്ന് പറയും. കുട്ടിയെ സൗഹൃദപരമായി സമീപിച്ചും കൊണ്ടുള്ള കടുത്ത ശിക്ഷാരീതികളില്ലാതെ എന്നാൽ അമിതലാളനയില്ലാതെ. അമിതലാളനയും നല്ലതല്ല, കടുത്ത ശിക്ഷാരീതികളും നല്ലതല്ല. അപ്പോൾ അല്ലാതെ ഫലവത്തായി കുട്ടിയുമായി ഇടപഴകുന്നത് ഓരോ പ്രായത്തിലും ഓരോ കുട്ടിയുടെ അടുത്തും പെരുമാറുന്നത് ഓരോ രീതികളിലായിരിക്കും. ഇപ്പം 3 വയസ്സുള്ള 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഫലവത്തായി കളിക്കുക എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ നീക്കിയിരിപ്പ് മാതാപിതാക്കൾക്ക്. ഫലവത്തായി ഇടപെടുക എന്ന് പറഞ്ഞാൽ കളിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രീ പ്രൈമറി പബ്ലിക്കേഷൻസ് ഉണ്ട്. അത് മേടിച്ച് കുട്ടിയെ പടം വരച്ച് കഥ പറയുന്നു, നിറം കൊടുക്കുന്നു, വഴി കണ്ടുപിടിക്കുന്നു. ഇതാണ് കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം. ഇങ്ങനെ ചെയ്യുന്ന വ്യക്തിയെ കുട്ടി ഇഷ്ടപ്പെടും, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മാമനാണെങ്കിലും ആരാണെങ്കിലും. അതേസമയത്ത് കൗമാരകാലത്തിലുള്ള ഒരു കുട്ടിയെടുത്ത് ഫലവത്തായിട്ട് ഏജ് അപ്രോപ്രിയേറ്റ് ഇടപെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗമാരകാലത്തിലെ കുട്ടിയുടെ വിഷയങ്ങൾ, കുട്ടിയുടെ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ആസ് എ പേരൻറ്റ്. ആ വിഷയങ്ങൾ കുട്ടിയുമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയ സിനിമയെ പറ്റിയാകാം, അല്ലെങ്കിൽ ക്രിക്കറ്റിനെ പറ്റിയാകാം. അങ്ങനെ ഏജ് അപ്രോപ്രിയേറ്റ് ഡെവലപ്മെൻറ്റൽ അപ്രോപ്രിയേറ്റ് പ്ലേസ് എന്ന് പറയും കളികൾ. ആ രീതിയിൽ ഫലവത്തായി കുട്ടികളുമായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളും കുട്ടിയോടൊപ്പം വളരേണ്ടി വരും. പ്രീ പ്രൈമറിയുടെ കാലത്തിൽ പെരുമാറ്റ രീതി തന്നെ കൊണ്ടുവന്ന് നമ്മൾ 10ാം ക്ലാസ്സിൽ അടിച്ചപ്പോൾ അവയൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ അടിച്ചപ്പോൾ അവൻ എതിർത്തു, കമ്പി കയറി പിടിച്ചു, തിരിച്ചടിച്ചു എന്ന് പറയുമ്പം ആ 10ാം ക്ലാസ്സിലെ സ്വഭാവ രീതിയല്ല 12ാം ക്ലാസ്സിൽ. സ്വഭാവത്തിൽ മാറ്റം വരും, കുട്ടി അണ്ടർഗോ ഡെവലപ്മെൻറ്റ്. ഇത് മനസ്സിലാക്കാൻ പേരൻസ് കുട്ടികളോടൊപ്പം വളരുക എന്ന് പറയും നമ്മൾ. അധ്യാപകരും അങ്ങനെ വളരേണ്ടി വരും.
സർ, മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ്. അത് നമ്മൾ അധ്യാപകരും ഈ വീട്ടുകാരും അത് കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സാണ് എടുക്കേണ്ടത്? ഈ എമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ജീവിത നൈപുണ്യ പരിശീലനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വികാര വിക്ഷോഭത്തിന് അടിപ്പെടാതെ എങ്ങനെ നമുക്ക് ആ വിഷയം ടീച്ചറടുത്ത് പറഞ്ഞ് അത് നമ്മളുടെ ഇഷ്ടത്തിന്, അതായത് വാദിച്ച് ആരോഗ്യകരമായി വാദിച്ച് തൻ്റെ ഭാഗം പ്രസൻറ്റ് ചെയ്ത് തൻ്റെ ആഗ്രഹം നടത്തിയെടുക്കാനുള്ള ഒരു കഴിവ്. അക്രമമില്ല, വികാരവിക്ഷോഭമില്ല, പിന്നെ തെറിവാക്കുകളില്ല, അതൊന്നുമില്ല, ഇല്ലാതെ തന്നെ അങ്ങനത്തെ ഒരു നെഗോഷിയേഷൻ സ്കില്ലെന്ന് പറയും. അത് എമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു കുട്ടിക്ക് അങ്ങനത്തെ ഒരു നെഗോഷിയേഷൻ സ്കില്ല് കാണും. ഇപ്പോൾ കുട്ടി വന്ന് പറയുന്നു, അച്ഛാ എനിക്ക് ടൂറിന് പോകണം. അച്ഛൻ പറയുന്നത് ടൂറിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ അവിടെ വെള്ളം ഉണ്ടാക്കാൻ പോകാൻ, എന്തെങ്കിലും വെള്ളത്തിൽ വീഴും, കിണറ്റിൽ വീഴും. അപ്പോൾ മോള് പറയുന്നു, അല്ല അച്ഛാ, ടൂറിന് എല്ലാ കുട്ടികളും പോകുന്നുണ്ട്, പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ എന്ന് പറഞ്ഞ് അച്ഛനെ ആവശ്യകത പറഞ്ഞ് ബോധ്യപ്പെടുത്തി അച്ഛനിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചു കൊണ്ട് ടൂറിന് പോകാനുള്ള കുട്ടിയുടെ കഴിവ്. ഇത് കുട്ടിക്ക് വെറുതെ കിട്ടുന്നതല്ല, കുട്ടിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. അത് വീട്ടിലെ ഓരോ വിഷയങ്ങളും ഈ തീരുമാനമെടുക്കുന്നത് അടിയുടെ അവസാനമാണ് ആ ഒരു തീരുമാനം. മാതാപിതാക്കൾ തമ്മിലുള്ള ഹീറ്റഡ് ആർഗ്യുമെൻറ്റിൻ്റെ അവസാനമാണ് ആ ഒരു തീരുമാനം വരുന്നത്. കടുത്ത ഗാർഹിക ലഹളയുടെ അവസാനമാണ് ആ ഒരു തീരുമാനം വരുന്നത്. അല്ല, ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയറിട്ടിരുന്ന് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു തീരുമാനം വരുന്നത്. അപ്പോൾ അത് കുട്ടി കണ്ടുപിടിക്കും. കുട്ടി നമ്മൾ പറയുന്നത് കേട്ടല്ല പഠിക്കുന്നത്, നമ്മൾ പറഞ്ഞനുസരിക്കുകയല്ല, കുട്ടി കണ്ടുപഠിക്കുക. കുടുംബത്തിനകത്ത് മാതാപിതാക്കൾ ഹൗ ദേ ആർ ഇൻട്രാക്ടിങ് വിത്ത് ഈച്ച് അതർ ഡ്യൂറിങ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്നുള്ളത് കുട്ടി മനസ്സിലാക്കും, കുട്ടി കണ്ടുപിടിക്കും. അപ്പോൾ അത് കുട്ടിക്ക് അങ്ങനെ വീട്ടിൽ അഭിപ്രായം പറഞ്ഞ് ശീലിക്കാൻ ശേഷി ഉണ്ടാകുന്ന കുട്ടി, അനുഭവം കിട്ടുന്ന കുട്ടി സ്കൂളിലും വരുമ്പോഴും അതുപോലെ പെരുമാറും. കുട്ടി വീട്ടിൽ ഈ പറഞ്ഞ കണക്കുള്ള നെഗോഷിയേഷൻ സ്കില്ല് കിട്ടുന്ന, ഡെവലപ്പ് ചെയ്യുന്ന എമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു കുട്ടി സ്കൂളിലും അതേ സ്വഭാവത്തിൽ അധ്യാപകരുമായിട്ടും കൂട്ടുകാരുമായിട്ട് ഇടപെടും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേരൻറ്റിങ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. നല്ല തയ്യാറെടുപ്പുകളും നല്ല ചർച്ചകളും ഒക്കെ ആവശ്യമുണ്ട്. സ്നേഹം പുറത്ത് കാണിക്കരുത്, സ്നേഹം പുറത്ത് കാണിച്ചാൽ അനുസരിക്കത്തില്ലെന്നൊക്കെ വളരെ പഴയ ആൾക്കാർ പറയും. അതൊക്കെ വളരെ അബ്സേർഡാണ്, ടോട്ടലി മണ്ടത്തരമാണത്. അടി കൊടുത്താലേ കുട്ടി അനുസരിക്കത്തുള്ളൂ, അടി കൊടുത്തില്ലെങ്കിൽ കുട്ടി സ്നേഹം കാണിച്ചാൽ അനുസരിക്കത്തില്ല. എപ്പോഴും കുട്ടിക്ക് നമ്മളൊരു പേടി വേണം. പേടിയുണ്ടെങ്കിൽ എന്താ, കുട്ടി ഒന്നും വന്ന് പുറത്ത് പറയത്തില്ല, കുട്ടി ഇതൊക്കെ കൊണ്ട് നടക്കും. കുട്ടി പോയി സൂയിസൈഡ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത്? കുട്ടിക്ക് മാതാപിതാക്കളെ പേടി, മാതാപിതാക്കളായിട്ടും അടുപ്പമില്ല, അപ്പോൾ കുട്ടി പോയി സൂയിസൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പറയും, എന്താ കുട്ടി പറഞ്ഞെങ്കിൽ ഞാൻ എല്ലാം സമ്മതിച്ചു കൊടുത്താൽ. എല്ലാം സമ്മതിച്ചു കൊടുക്കുന്നതല്ല സ്നേഹത്തിൻ്റെ ലക്ഷണം. സ്നേഹത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ കുട്ടിയുമായി ഫലവത്തായി ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രായത്തിനനുസൃതമായി വികാസഘട്ടത്തിനനുസൃതമായ കളിപ്രവർത്തനത്തിൽ കുട്ടിയുമായി ഏർപ്പെടുക എന്നുള്ളതാണ് സ്നേഹപ്രകടനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. അല്ലാതെ പറയുന്നതെല്ലാം സമ്മതിച്ചു കൊടുക്കുക, എനിക്കിതൊന്നും കിട്ടിയില്ല, ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഞാൻ എങ്ങനെയെങ്കിലും പിന്നെ അതെല്ലാം സാധിച്ചു കൊടുക്കുന്നു, അങ്ങനെയല്ല. അത് അമിതലാളന കൊണ്ട് കുട്ടി നല്ല വഴിയിലോട്ട് വരാനുള്ള സാധ്യത കുറവാണ്. അത് അമിതലാളന കിട്ടാത്ത സാഹചര്യത്തിൽ കുട്ടി ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് പോകുമ്പോഴത്തേക്ക് കല്യാണം കഴിച്ച പോകുന്ന വീട്ടിൽ ഈ നെഗോഷിയേഷൻ സ്കില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാകും. അതുമല്ലെങ്കിൽ അതുപോലത്തെ ഒരു ആൺകുട്ടി, അമിതലാളനയിൽ വളരുന്ന ഒരു ആൺകുട്ടി ഒരു കത്ത് കൊണ്ടുവന്നൊരു പെൺകുട്ടിക്ക് കൗമാരകാലത്ത് കൊടുക്കുമ്പം കുട്ടി അതെടുത്ത് ചവിറ്റുകൊട്ടയിലോട്ട് എറിയും. അപ്പോൾ പുള്ളിക്കകത്ത് സഹിക്കത്തില്ല. ആദ്യമായിട്ടാണ് പുള്ളിയുടെ ഒരു ആഗ്രഹം നടക്കാതെ പോണത്. ഇതുവരെ അമ്മമ്മ പറഞ്ഞ് അവനെ എല്ലാം സാധിച്ചു കൊടുക്കുക, അവൻ ആൺകുട്ടിയല്ലേ എന്ന് പറഞ്ഞ്, ഇപ്പോൾ ആദ്യമായിട്ടൊരു പെൺകുട്ടി ഞാനൊരു കത്ത് കൊടുത്തപ്പം അല്ലെങ്കിൽ പ്രേമ ഇത് പറഞ്ഞപ്പം അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ കുട്ടിക്ക് ആദ്യമായിട്ടാണ് ഒരു റിജക്ഷൻ വരുന്നത്. അപ്പോഴാണ് കുട്ടി നമ്മൾ സാധാരണ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ റിജക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്നത്, വയലൻസിലേക്ക് പോണത്, അല്ലെങ്കിൽ കത്തിക്കുത്തിലേക്ക്, ആസിഡിലേക്ക്, അല്ലെങ്കിൽ കൊലപാതകത്തിലേക്കൊക്കെ പോണത്. ഇപ്പോൾ റിജക്ഷൻ ആദ്യമായിട്ട് കിട്ടുമ്പോൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം അമിതലാളനയുടെയും ആൺകുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ വളർത്തുന്ന അന്തരീക്ഷം കുടുംബത്തിനകത്തുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ്റെ അമ്മമാരാണ് ഇതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അവനൊരു ആൺകുട്ടിയല്ല, അവനതങ്ങ് കൊടുത്തേക്കാം, അവൾക്ക് പിന്നെ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം, മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം എമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശകലനാത്മക സ്വഭാവം, അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഇങ്ങനെയുള്ള ജീവിത നൈപുണി ഈ പരിശീലനങ്ങൾ വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കുട്ടിക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ
മാത്രമല്ല നമ്മൾ കാണുന്നത് ഈ ജോയിൻറ്റ് ഫാമിലി മാറി ന്യൂക്ലിയർ ഫാമിലി ആയി. പക്ഷേ നമ്മളുടെ ചൈൽഡ് റെയറിങ് പ്രാക്ടീസിൽ, ശിശുപരിപാലന തന്ത്രങ്ങളിൽ നമ്മളൊരു മാറ്റവും വരുത്തിയിട്ടില്ല സമൂഹത്തിൻ്റെ മാറ്റം അനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് പഴയ രീതികളുമായിട്ട് നമ്മൾ നിന്നാൽ നമുക്ക് കുട്ടിയെ നമ്മളെ കയ്യിൽ കിട്ടത്തില്ല, ഹോൾഡിൽ കിട്ടത്തില്ല. അവർ നമ്മളിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയ കാലത്തിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ശിശുപരിപാലന രീതി, അപ്പോൾ അതിനും വലിയ ക്യാമ്പയിൻ നടക്കേണ്ടി വരും. അതും നല്ല രീതിയിൽ സമൂഹത്തെ ബോധവൽക്കരിച്ചാൽ മാത്രമേ ശരിയായ രീതിയിലുള്ള ശിശുപരിപാലനം നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ബഹുമുഖമായ സമീപനത്തിലൂടെ നമുക്ക് ഏതെങ്കിലും ഒരിടം മാത്രം നന്നായിട്ട് കാര്യമില്ല. ബഹുമുഖമായ സമീപനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ വിഷയങ്ങൾ ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്. ശിശുപരിപാലനം, കുട്ടിയുടെ സ്വഭാവ രീതി, സ്കൂളിലെ അന്തരീക്ഷം, സ്കൂളിലെ ഇടപെടൽ, കുറ്റവാസനയുള്ള സ്വഭാവ രീതികൾ, ഇതെല്ലാം പരസ്പര ബന്ധിതമായിട്ടുള്ള കാര്യങ്ങളാണ്. സർ, മറ്റൊരു കാര്യം, മറ്റൊരു വശത്ത് ഗുഡ് പേരൻറ്റിങ് അല്ലെന്നുണ്ടെങ്കിൽ മെൻ്റൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു പ്രോസസ്സിൽ പേരൻസ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് ട്രെയിനിങ് എന്നുള്ള തലത്തിൽ. അപ്പം അവർ ചെയ്തു കൂടാത്തൊരു കാര്യം എന്തായിരിക്കും കോമൺലി? അപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്തു കൂടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഒന്ന് കടുത്ത ശിക്ഷാരീതികൾ ഒഴിവാക്കണം. കടുത്ത ശിക്ഷാരീതികളിലൂടെ കുട്ടിയെ നന്നാക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ തെറ്റാണ്. ഏതെങ്കിലും ചില കുട്ടികളുടെ കാര്യത്തിൽ ചിലപ്പോൾ അത് വിജയിച്ചെന്നിരിക്കും. പക്ഷേ കൂടുതൽ കുട്ടികളും നല്ല അടി കിട്ടി വളരുമ്പോഴത്തേക്ക് അവർ കൂടുതൽ 2 രീതിയിലാണ് കുട്ടികളുടെ പ്രതികരണം. ഒന്ന്, അവർ സബ്മിസീവ് ആകാൻ സാധ്യതയുണ്ട്. ആങ്ഷ്യസ്, ഇൻട്രോവേർട്ടഡ് അല്ലെങ്കിൽ സബ്മിസീവായിട്ടുള്ള സ്വഭാവം. അതല്ലെങ്കിൽ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് അക്രമകാരികളും ഉപദ്രവിക്കുന്നവരും വളരെ വികാരവിക്ഷോഭത്തിൽ സംസാരിക്കുന്നവരുമായിട്ടുള്ള സ്വഭാവ രീതികളായിട്ടുള്ള കോണ്ടക്ട് ഡിസോർഡറിൻ്റെ രൂപത്തിലേക്ക്. അപ്പോൾ കടുത്ത ശിക്ഷാരീതികൾ ഒഴിവാക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ചെയ്യാൻ പാടില്ലാത്തതല്ലേ ചോദിച്ചത്. രണ്ടാമത്തെ ഒരു അമിത ലാളന പാടില്ല. അമിത ലാളന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വഴിയും കുട്ടി പറഞ്ഞ കാര്യം നടത്തി കൊടുക്കുന്നു, കുട്ടി പറയുന്നതെല്ലാം സമ്മതിച്ചു കൊടുക്കുന്നു. അത്തരത്തിലുള്ള അമിത ലാളന കൊണ്ടും കുട്ടി ശരിയും തെറ്റും പഠിക്കത്തില്ല. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏത് പ്രായമാണെങ്കിലും, ചെറിയ കുട്ടിയാണെങ്കിലും വലിയ കുട്ടിയാണെങ്കിലും, വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ചില നിബന്ധനകൾ നമ്മുടെ വീട്ടിൽ നമ്മൾ സോഷ്യൽ റൂൾസ്, നോംസ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് പാലിക്കാൻ കുട്ടി ബാധ്യസ്ഥനാണെന്നുള്ളത് നമ്മൾ കുട്ടിയെ നിരന്തരമായി ബോധിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം, കുട്ടി ഒരു കാര്യം അമ്മ ഒരു രീതി പറയുന്നു, അമ്മ പറയുന്നു, മോനെ ഐസ്ക്രീം 2 എണ്ണം അല്ലേ ഉണ്ടായിരുന്നത്, അതിൽ 1 നിനക്ക് തന്നു, 1 മോക്ക് വെച്ചിരിക്കുകയാണ്, അത് നീ പിന്നെയും ചോദിച്ചാൽ തരാൻ പറ്റത്തില്ല, അത് മോക്കുള്ളതാണ്, നീ ഒരെണ്ണം തിന്നില്ലേ. അവിടെ അമ്മൂമ്മ പറയുന്നു, അല്ല, അത് അവൻ ആൺകുട്ടിയല്ല, അവനതങ്ങ് കൊടുത്തേക്ക്, അവൾക്ക് പിന്നെ മേടിച്ചു കൊടുക്കാം, അവൾക്കിപ്പം ഐസ്ക്രീം കൊടുത്തില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ അമ്മ ഒരു രീതി പറയുന്നു, അമ്മൂമ്മ വേറൊരു രീതി പറയുന്നു, അല്ലെങ്കിൽ അച്ഛൻ വേറൊരു രീതി പറയുന്നു. ഇത് വളരെ വളരെ ദോഷകരമായൊരു കുടുംബാന്തരീക്ഷമാണ്. വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്, കുട്ടിയുടെ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുന്ന കുടുംബാന്തരീക്ഷം വളരെ വളരെ ദോഷകരമായൊരു കുടുംബാന്തരീക്ഷമാണ് കുട്ടിയെ സംബന്ധിച്ച്. അപ്പോൾ കുട്ടി എന്തു ചെയ്യും? അമ്മയുടെ അടുത്തുനിന്ന് സാധിക്കുന്ന കാര്യങ്ങൾ അമ്മയുടെ അടുത്തുനിന്ന് സാധിക്കും, അച്ഛൻ്റെ അടുത്ത് പറയത്തില്ല. അച്ഛൻ്റെ അടുത്തുനിന്ന് സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അച്ഛൻ്റെ അടുത്തുനിന്ന് സാധിക്കും, അമ്മയുടെ അടുത്ത് പറയത്തില്ല. മാനിപ്പുലേറ്റീവ് ബിഹേവിയർ എന്ന് പറയും. അങ്ങനെ ഈ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ കുട്ടി വീട്ടിൽ നിന്ന് പഠിക്കും. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. കൗമാര പ്രായത്തിൽ, പ്രത്യേകിച്ച് അച്ഛനും അമ്മയും കൂടെ ഭയങ്കര വഴക്കുള്ള കുടുംബാന്തരീക്ഷത്തിൽ, അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. അച്ഛൻ പറയുന്ന സാധനങ്ങൾ മോള് പറയുന്ന അച്ഛൻ മോൾക്ക് സഹായിച്ചു കൊടുക്കും, അമ്മയുടെ അടുത്ത് പറയത്തില്ല. അല്ലാതെ അമ്മയുടെ ഒന്നും പൈസ മേടിച്ച് അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയെന്നും അമ്മയുടെ അടുത്തും പറയത്തില്ല. ഇങ്ങനത്തെ രീതിയിൽ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ. മാത്രമല്ല, ഈ കുട്ടി ചെറിയൊരു കുട്ടിയാണ്, ഇപ്പോൾ ഒരു 4 വയസ്സ് 5 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ഈ പറഞ്ഞ 2 ഡൈവേർജിങ് ഒപ്പീനിയൻ ഇൻ ദ ഫാമിലി ഉണ്ടെങ്കിൽ കുട്ടി വിചാരിക്കും കുട്ടി പറയുന്നത് സമ്മതിക്കുന്ന ആളാണ് നല്ല ആളെന്ന് വിചാരിക്കും. അവരൊക്കെയാണ് സ്നേഹമെന്ന് പറയും, തോന്നും കുട്ടിക്ക്. അപ്പോൾ കുട്ടി അവരോടൊപ്പം ചേരും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾ കുട്ടി അമിതലാളന ചെയ്ത ആളിനെയും കുട്ടി അനുസരിക്കത്തില്ല, ഈ വേണ്ടെന്ന് പറഞ്ഞ ആളിനെയും കുട്ടി അനുസരിക്കത്തില്ല. ശരിയും തെറ്റും കുട്ടി പഠിക്കത്തില്ല. കുട്ടിക്ക് താല്പര്യങ്ങൾ മാത്രമാണ് ഉള്ളത്, വികാസ താല്പര്യങ്ങളെന്ന് പറയും, ഡെവലപ്മെൻ്റൽ നീഡ്സ്.
അപ്പോൾ കുട്ടി കിട്ടുന്നിടത്തുനിന്ന് അത് സാധിക്കും. പക്ഷേ കുട്ടി ശരിയും ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഏത് പാടുള്ള ഏത് പാടില്ല, ഏത് വേണം എത്ര ആകാം എന്നുള്ളതിനെ പറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിലുള്ള ഉത്തരവാദപ്പെട്ട ശിശുപരിപാലനം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും, ഡെമോക്രാറ്റിക് പേരൻറ്റിങ് എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ശിശുപരിപാലനത്തിൽ കുട്ടിക്ക് ഫോളോ ചെയ്യാൻ കുറേ ഒരു നിബന്ധനകളും റൂൾസും അതൊക്കെ ചർച്ച ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ എന്ന രീതിയിലായിരിക്കും. അല്ലാതെ ഭയങ്കര ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമല്ല. അത് കുടുംബം മൊത്തത്തിൽ പുലർത്തേണ്ടി വരും. കുട്ടിയെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കുട്ടിയുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ പ്രകടിപ്പിക്കരുത്. തർക്കിച്ച് വഴക്കൂടാനും പാടില്ല കുട്ടിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കുട്ടിക്ക് ഒരു ശരിയായ രീതിയിലുള്ള വ്യക്തിത്വ രൂപീകരണം, സ്വഭാവ രൂപീകരണം കുട്ടിക്ക് ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ എന്നൊക്കെ പറയുന്നത് കോണ്ടാക്ട് ഡിസോർഡറിൻ്റെ ഭാഗമാണ്, ക്രിമിനൽ ബിഹേവിയറിൻ്റെ ഭാഗമാണ് മാനിപ്പുലേറ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. മാനിപ്പുലേറ്റീവ് ബിഹേവിയറൊക്കെ ഡെവലപ്പ് ചെയ്ത് പറഞ്ഞ് വ്യത്യസ്തമായ അഭിപ്രായം കുടുംബാന്തരീക്ഷത്തിൽ കുട്ടിയെ സംബന്ധിച്ച് നിൽക്കുന്ന നിബന്ധനകളുടെ കാര്യത്തിൽ. അപ്പോൾ ഇത് വളരെ പ്രധാനം. അപ്പോൾ നമ്മൾ ശിക്ഷാരീതികളെക്കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ വ്യത്യസ്തമായ രീതികൾ നമ്മൾ പിന്നെ ഇതുപോലെ തന്നെ അമിതലാളനയും ഒരു കുടുംബത്തിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കളി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ സ്നേഹം പ്രകടിപ്പിക്കാത്തൊരു അന്തരീക്ഷം കുടുംബത്തിൽ, സ്നേഹം പ്രകടിപ്പിക്കാത്തത് എന്ന് വെച്ചാൽ നെഗ്ലക്റ്റഡ് ഫാമിലി എന്ന് പറയും, നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ. ഇപ്പോൾ ചില വീടുകളിൽ കുട്ടി എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആരും ഒന്നും പറയത്തില്ല, ഒരു ഗൈഡൻസും കുട്ടിക്ക് കിട്ടുന്നില്ല, തെറ്റൊന്നുമില്ല ശരിയൊന്നുമില്ല, കുട്ടിയുടെ ഇഷ്ടത്തിന് നടക്കുന്നു, പേരൻസ് വേറെ രീതിയിൽ നടക്കുന്നു. അതൊരു മനഃപൂർവ്വമല്ല, പക്ഷേ ഒരു നെഗ്ലക്റ്റഡ് അറ്റ്മോസ്ഫിയർ കുടുംബത്തിലുണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനത്തെ കുടുംബത്തിലും കുട്ടി ശരിക്കും പറഞ്ഞാൽ ബിഹേവിയറൽ ഫോർമേഷനും വ്യക്തിത്വ വികസനവും ബിഹേവിയർ ഫോർമേഷനും ഷേപ്പിങ്ങും ഒന്നും ശരിക്കും പറഞ്ഞാൽ ശരിയായ രീതിയിൽ നടക്കത്തില്ല. അപ്പോൾ ശരിയായ ഗൈഡൻസ് കിട്ടാത്ത അന്തരീക്ഷവും. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലതൊരു ഡെമോക്രാറ്റിക് അറ്റ്മോസ്ഫിയർ ഇൻ ദ ഫാമിലി ഹൗ ടു ക്രിയേറ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പിന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നത് പോലെ പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ടും ശരിക്കും പറഞ്ഞാൽ ഈ യങ് കപ്പിൾസിന് നമ്മൾ പരിശീലനം കൊടുക്കണം പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ഭാവിയിൽ കുട്ടികളുണ്ടാകുമ്പോൾ അവരോട് എങ്ങനെ പെരുമാറണം, പേരൻറ്റിങ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള പരിശീലനം. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ സമൂഹത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടെല്ലാം ഇപ്പം ഇന്നത്തെ ഒരു വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചിട്ടെല്ലാം വാളെടുത്തവൻ വാളാൻ പിന്നെ എന്ന് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ശരിയും തെറ്റും ഇതിൻ്റെ മനഃശാസ്ത്രം ഒന്നും മനസ്സിലാക്കാതെ ആൾക്കാർ. അപ്പോഴാണ് നേരത്തെ ചൂരൽ തിരിച്ചു വന്നാൽ ഞാൻ കുട്ടിയെ ശരിയാക്കി തരാമെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ചില DGPമാരൊക്കെ റിട്ടയർ ചെയ്യുമ്പോഴത്തേക്ക് അവർ സർവീസ് സ്റ്റോറിയിലോ അവരെന്തെങ്കിലും റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിലൊക്കെ പറയും, അച്ഛൻ എന്നെ നല്ലതുപോലെ അടിച്ച് ശിക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ DGP ആയെന്ന് പറയും. അത് ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിൽ ചിലപ്പം ശരിയായിരിക്കും, പക്ഷേ അത് എല്ലായിടത്തും നമുക്ക് പിന്നെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ കടുത്ത ശിക്ഷാരീതി. അപ്പോൾ കടുത്ത ശിക്ഷാരീതികൾ ഒരിക്കലും നല്ലതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സർ, മറ്റൊരു കാര്യം, കുട്ടികളിലെ ഈ നോർമൽ ബിഹേവിയേഴ്സും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അറ്റൻഷൻ ആവശ്യമായിട്ട് വരുന്ന ബിഹേവിയറൽ ചേഞ്ചസും പേരൻസിന് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും? ഇപ്പം നമ്മളിപ്പം പിന്നെ കുട്ടി ഇപ്പം ഒരിക്കലൊരു കുട്ടിയെ പിന്നെ നഴ്സറി കുട്ടിയാണ്, UKG കുട്ടി സ്കൂളിൽ നിന്ന് പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലേക്ക് പോകാനുള്ള ബസ്സിൻ്റെ നമ്പർ മാറി വേറൊരു നമ്പറിൽ ബസ്സിൽ കയറി. അപ്പോൾ ഒറിജിനൽ ബസ്സുകാർ തിരക്കി ആ നമ്പറിൽ കുട്ടി കയറാത്തത് കൊണ്ട് ആയമാർ തിരക്കിയപ്പോൾ കുട്ടിയെ കാണാനില്ല. ഇപ്പോൾ ബസ്സുകളെല്ലാം പുറപ്പെടാൻ പോകണം. അങ്ങനെ അവരെല്ലാ ബസ്സിലും കയറി നോക്കിയപ്പം കുട്ടി വേറെ ഒരു വഴിക്ക് പോകണ ബസ്സിൽ കയറിയിരിക്കുന്നു. അപ്പോഴത്തേക്ക് കുട്ടി എന്താണെന്ന് പെൺകുട്ടിയാണ്. അപ്പോൾ എന്താ മോളെ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം? അത് മാർക്കിൽ പിന്നെ 100ൽ 85 മാർക്കേ ഉള്ളൂ. അപ്പോൾ ഫുൾ മാർക്കില്ല, അതുകൊണ്ട് വീട്ടിൽ ചെന്നാൽ വഴക്ക് പറയും, എനിക്ക് വീട്ടിൽ പോകണ്ട, എവിടെയെങ്കിലും പോയാൽ മതി. എന്തുകൊണ്ടാണ് കുട്ടി അങ്ങനെ ചിന്തിക്കുന്നത്? കുട്ടി വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കുട്ടിക്ക് സ്വീകരണം കിട്ടത്തില്ല, ഫുൾ മാർക്കില്ലെങ്കിൽ സ്വീകരണം കിട്ടത്തില്ല എന്നുള്ള ഒരു അനുഭവം കുട്ടിക്ക് ഉണ്ടായതുകൊണ്ടാണ് കുട്ടിക്ക് വീട്ടിൽ പോകണ്ട, വേറെ എവിടെയെങ്കിലും പോയാൽ ആ കുഞ്ഞു മനസ്സിൽ ചിന്തിക്കുന്നത് വേറെ എവിടെയെങ്കിലും പോകാമെന്ന്. എവിടെ എങ്ങനെ പോകും എന്നുള്ളതൊന്നുമല്ല, വേറൊരു ബസ്സിൽ കയറിയിരിക്കുക, എൻ്റെ സ്വന്തം നമ്പർ ബസ്സിൽ നിന്ന് മാറി വേറൊരു ബസ്സിൽ കയറിയിരിക്കുക.
അപ്പോൾ കുട്ടിയുടെ ഒരു ഭയം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടാത്ത ഒരു അന്തരീക്ഷമാണ്. പിന്നെ അംഗീകാരമില്ലെങ്കിൽ സ്വീകരിക്കപ്പെടാത്ത, അല്ലെങ്കിൽ നല്ല മാർക്കില്ലെങ്കിൽ, നേട്ടമില്ലെങ്കിൽ സ്വീകരിക്കപ്പെടാത്ത ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടെന്നുള്ള ഒരു അനുഭവം ആ കുഞ്ഞു മനസ്സിൽ 4 വയസ്സോ 5 വയസ്സോ ഉള്ള ഒരു കുട്ടിക്ക് തോന്നുന്നത് കൊണ്ടാണ് കുട്ടി വീട്ടിലേക്ക് പോകാതെ വേറൊരു ബസ്സിൽ കയറിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ കുറച്ചും കൂടെ ഹയർ ഏജിലുള്ള കൊണ്ടുവന്ന് നമ്മൾ കണ്ടാലോ, പിന്നെ എൻട്രൻസ് എഴുതുന്ന കുട്ടി, ആ കുട്ടി എൻട്രൻസ് ക്യാമ്പിൽ പോയി താമസിക്കുന്നു, എൻട്രൻസ് പഠിക്കുന്നു, ട്രെയിനിങ് നടക്കുന്നു, ഡെയിലി പരീക്ഷ നടക്കുന്നു, സബ്ജക്റ്റിൻ്റെ പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ സീറ്റ് റീഅറേഞ്ച് ചെയ്യുന്നു സ്കൂളിൽ മത്സരാന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ കുട്ടിക്ക് ഈ അവിടുത്തെ മത്സരാന്തരീക്ഷവും അതെല്ലാം കൂടെ താങ്ങാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ കുട്ടി ആരുടെ പറയണം? പേരൻസിനോട് പറയണം. പക്ഷേ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവർ റെയിൽവേ ട്രാക്കിലോട്ട് പോകണം. അപ്പോൾ ഇവിടെ ഏത് സാഹചര്യത്തിലും സ്വീകരിക്കപ്പെടുമെന്നുള്ള ഒരു അന്തരീക്ഷം. അപ്പോൾ നമ്മൾ കാണേണ്ടുന്നത്, നമ്മൾ ഏറ്റവും അപ്രോച്ചബിലിറ്റി മാതാപിതാക്കൾക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലും എനിക്ക് അമ്മയടുത്ത് പറയാൻ പറ്റും, അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റും. എന്ത് വന്നാലും, ഞാനെന്ത് ഏറ്റവും വലിയ കുറ്റം ചെയ്താലും എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റും, അമ്മയടുത്ത് പറയാൻ പറ്റും. ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിലും അഡോളസെൻ്റ് ഗേളിന് അമ്മയടുത്ത് പറയാൻ പറ്റും, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റും എന്നുള്ള ഉണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് കുടുംബത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനത്തെ അന്തരീക്ഷം അല്ലാതെ വരുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ വീട് വിട്ട് എവിടെയെങ്കിലും അലയുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾ കാണേണ്ടുന്നത്, ഏത് സാഹചര്യത്തിൽ എൻ്റെ കുട്ടിക്ക് എന്നെ സമീപിക്കാൻ കഴിയുമോ അങ്ങനെ നമ്മൾ എപ്പോഴും സ്വയം പരിശോധന നടത്തുകയും ആ രീതിയിൽ നമ്മളെ കുടുംബാന്തരീക്ഷത്തിന്, അതിൻ്റെ അർത്ഥം ലൂസിഡ് അറ്റ്മോസ്ഫിയർ ആകണമെന്നൊന്നുമല്ല, ലൂസായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആകണമെന്നൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ അപ്രോച്ചബിലിറ്റി ഇൻ ദ ഫാമിലി എൻവയോൺമെൻറ്റാണ് നമ്മൾ ഇല്ലാതെ പോകുന്നത്. അപ്രോച്ചബിലിറ്റി ഇല്ലാതെ പോകുമ്പോഴാണ് കുട്ടി മാതാപിതാക്കളിൽ നിന്നകന്ന് പ്രതിസന്ധികളിൽ കൂട്ടുകാരിലേക്കും, കൂട്ടുകാർ പറയുന്ന വഴി തേടി വേറെ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോവുകയോ ആത്മഹത്യയിലേക്ക്, വീട് വിട്ടു പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്രോച്ചബിലിറ്റിയുടെ അന്തരീക്ഷം കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. സാർ, ഇപ്പോഴത്തെ ചെറിയ കുട്ടികളൊക്കെ മുതിർന്നവരെ അനുകരിച്ചുകൊണ്ട് പറയാറുണ്ട്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, സ്ട്രെസ്സാന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ അത് ശരിയാണ്. ഇപ്പം കുട്ടി ആയിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ട്രോമയായിരിക്കും ലൈഫ് ലോങ് അവർ ക്യാരി ചെയ്യുന്നത്. അപ്പം അത് സംബന്ധിച്ച് പല പ്രശ്നങ്ങളും പിന്നീടുണ്ടായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ മനസ്സിലാവത്തില്ല, പക്ഷേ ലൈഫിലൊരു ഡിഫിക്കൽട്ടി നേരിടുമ്പോഴായിരിക്കും അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കും എനിക്ക് സ്ട്രെസ്സാണ്. ചിലപ്പോൾ അവർ പോലും അറിയാതെ അൺകോൺഷ്യസ്ലായിരിക്കും ഇത് സംഭവിക്കുക. അത് തുടർന്ന് പല പ്രശ്നങ്ങളും അവർക്കുണ്ടാകും. അപ്പം ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം? ഒരു കുട്ടിയുടെ ഒരു ചൈൽഡ്ഹുഡ് പീരീഡിലുള്ള അനുഭവങ്ങൾ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിനെ ബാധിക്കുന്നു, ഏറ്റവും നിർണായകമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത് ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് ഫ്രോയിഡ്. പക്ഷേ നമുക്ക് പുതിയതായിട്ട് ബയോളജിക്കൽ സൈക്യാട്രിയും ബയോളജിക്കൽ സൈക്കോളജിയും കോഗ്നിറ്റീവ് സൈക്കോളജിയൊക്കെ വികസിച്ച് വരുമ്പോൾ നമുക്ക് തുടർന്ന് ഈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഭൗതിക മനഃശാസ്ത്രമൊക്കെ പിന്നീട് വികസിച്ച് വന്നത്. ഇപ്പം നമ്മൾ പക്ഷേ യഥാർത്ഥത്തിൽ ഈ രണ്ട് കൺസെപ്റ്റിനും പ്രാധാന്യം ഇല്ലാതെ വരുന്നില്ല. ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് വളരെ പ്രധാനമാണ്. കുട്ടിക്കാലത്ത് നല്ല രീതിയിൽ അടികിട്ടി വളർന്ന കുട്ടിക്ക് ഉത്കണ്ഠ വളരെ കൂടുതലായിരിക്കും, സബ്മിസീവ് ബിഹേവിയർ, ഉത്കണ്ഠ സ്വഭാവം വളരെ കൂടുതലായിരിക്കും, ആത്മവിശ്വാസം കുറവായിരിക്കും. ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അക്രമവാസനയായിരിക്കും വേറൊരു കുട്ടിയിലുണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കി നമുക്ക് ഇപ്പം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒരു മോഡലുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉള്ള കുടുംബങ്ങളിലെ കുട്ടികളെ 10 വയസ്സുള്ള കുട്ടികളെ റിക്രൂട്ട് ചെയ്തിട്ട് അവർക്ക് ശരിക്കുള്ള പേരൻറ്റിങ് കൊടുക്കുന്ന കണക്കുള്ള ഒരു സോഷ്യൽ പ്രോഗ്രാമുകളുണ്ട്. പ്രശ്നബാധിതമായ കുടുംബങ്ങളിലെ കുട്ടികളെ, ഒരേ പ്രായത്തിലുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് കോമൺ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒരുക്കി പേരൻറ്റിങ് കൊടുക്കുക, അഡ്മിനിസ്റ്റർ ചെയ്ത് അങ്ങനെ കുട്ടിക്ക് പ്രോഗ്രാമിലൂടെ കുട്ടിയുടെ സ്വഭാവത്തിന്, നെഗറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലുള്ള കുട്ടിയുടെ സ്വഭാവത്തിന് മെച്ചപ്പെട്ടതാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു 30% കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുള്ള കുട്ടികളാണ്, പ്രശ്നമുള്ള കുടുംബാന്തരീക്ഷമുണ്ട്.
പ്രശ്നങ്ങളുള്ള കുടുംബാന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളിലും വിവിധങ്ങളായ നമ്മളിപ്പം ഇതുവരെ പറഞ്ഞതുപോലെയുള്ള വിഷാദ രോഗത്തിൻ്റെ ആകാം, അക്രമ സ്വഭാവത്തിൻ്റെ ആകാം, ഉത്കണ്ഠാരോഗത്തിൻ്റെ ആകാം, ഡിഫറൻറ്റ് ഫോബിയാസ് ഉണ്ട് പലതരത്തിലുള്ള, അങ്ങനെയുള്ളതാകാം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങളും, അക്രമ സ്വഭാവം, അപ്പോൾ പല കാരണങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഈ ആൽക്കഹോളിസവും ഡൊമസ്റ്റിക് വയലൻസും ഉള്ള കുടുംബങ്ങളിലുള്ള കുട്ടികളിലാണ് ഇത്. അപ്പോൾ ആൺകുട്ടികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സ്വഭാവ രീതികളാണ്. പെൺകുട്ടികളിലാണെങ്കിൽ വിഷാദ രോഗം വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ പെൺകുട്ടികൾ നിരന്തരമായ പ്രണയത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. ഇത്തരം കുടുംബങ്ങളിൽ പെൺകുട്ടികൾ, അരക്ഷിതാവസ്ഥ നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ പെൺകുട്ടികളിൽ ഒരു വിഭാഗം നിരന്തരമായ പ്രണയത്തിൽ പെട്ടെന്ന് ഫ്രീക്വൻ്റ് ഇഷ്യൂ, 3 മാസം ഒരു പ്രണയം, അത് കഴിയുമ്പം അതും ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പം വേറെണ്ണത്തിലേക്ക് പോവുക. അങ്ങനെ സ്വഭാവ രീതികളൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ അന്തരീക്ഷത്തിൽ പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് പീരീഡിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിനെ ബാധിക്കും. പക്ഷേ നമുക്ക് അവിടെ കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ നിന്ന് മുമ്പോട്ട് പോകണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിലുള്ള കുട്ടികളെ മുമ്പോട്ട് കൊണ്ടുവരാം. അപ്പോൾ അവിടെയാണ് സ്കൂളുകളുടെ പ്രാധാന്യം. സ്കൂളുകളിൽ അംഗനവാടിയിലടക്കം, നഴ്സറിയിലടക്കം, പ്രീ സ്കൂളിലടക്കം, വലിയ സ്കൂളുകൾ, ഹൈസ്കൂളുകളിലടക്കം സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പിന്നെ സ്കൂളിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ കുട്ടികൾക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസ് കിട്ടിയ കുട്ടികൾക്കടക്കം ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ സ്കൂളുകളിലെ അന്തരീക്ഷം മാറ്റിയെടുക്കുക. മാത്രമല്ല ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതലായിട്ടുള്ള അറ്റൻഷൻ സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുകയും വേണം. ഇപ്പോൾ ഞങ്ങൾ പറയും എക്സ്ട്രാ ഫെമിലിയൽ തേർഡ് പേഴ്സൺ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അച്ഛനും അല്ല അമ്മയും അല്ല അല്ലാത്തൊരു പുതു വ്യക്തി. ഇപ്പോൾ അയൽപക്കത്തൊക്കെ ഒരു അധ്യാപകൻ കാണും, അയൽപക്കത്തൊക്കെ ഒരു ചേച്ചി കാണും, ഒരു ചേട്ടൻ കാണും. അപ്പോൾ എന്തോ ഉണ്ടെങ്കിലും ആ ചേട്ടൻ്റെ അടുത്ത് പറയാൻ പറ്റും, ചേച്ചിയുടെ അടുത്ത് പറയാൻ പറ്റും, ആൻറ്റിയാകാം. അപ്പോൾ അവരുടെ അടുത്ത് പറയുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ദേ വിൽ ആക്ട് ആസ് എ സറോഗേറ്റ് പേരൻ്റൽ ഫിഗർ ആയിട്ട് ശരിക്കും ആക്ട് ചെയ്യാം. അങ്ങനത്തെ റോള് നമുക്ക് അധ്യാപകർക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കുന്ന അധ്യാപകർ നേരത്തെ പറഞ്ഞ അങ്ങനത്തെ അധ്യാപകരുണ്ട്, ഒരുപാട് പേരുണ്ട്. അങ്ങനത്തെ ഒരു റോളിലോട്ട് അധ്യാപകന് വരാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ ഈ നെഗറ്റീവ് ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഒരു സപ്പോർട്ടീവ് ഫിഗറായിട്ട് നമ്മൾ അധ്യാപകർക്ക് മാറാൻ കഴിയുമെങ്കിൽ അവർ ചെയ്യുന്നൊരു വലിയ കാര്യമായിരിക്കും. കുട്ടികളെ ഭാവിയിലേക്കുള്ള ഒരു വലിയൊരു സംഭാവനയായിട്ട് മാറും അത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഇതെല്ലാം ചൈൽഡ് സൈക്കോളജിയുടെ വളരെ സബ്റ്റിലായിട്ടുള്ള സൂക്ഷ്മമായ തലത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം ചർച്ച ചെയ്തത്. ഇത് സ്കൂൾ അന്തരീക്ഷത്തിൽ അധ്യാപകരുടെ പരിശീലന കാലയളവിലും ബി.എഡിൻ്റെ എം.എഡിൻ്റെയും കോഴ്സിൻ്റെ കാലയളവിലൊക്കെ ഇത്തരം ശിശു മനഃശാസ്ത്രം, ആധുനിക ശിശു മനഃശാസ്ത്രം കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നല്ല രീതിയിലുള്ള പ്രചോദനപരമായ അന്തരീക്ഷത്തിൽ ബ്രെയിൻ സ്റ്റിമുലേറ്റഡ് ആകും. അപ്പോൾ നല്ല സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യും. നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ബ്രെയിൻ ആ രീതിയിലായിരിക്കും കണ്ടീഷൻഡ് ആകുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള കുടുംബ അന്തരീക്ഷത്തിലൂടെയും സ്കൂൾ അന്തരീക്ഷത്തിലൂടെയും കുട്ടിയുടെ ബ്രെയിനെ നമുക്ക് ഫലവത്തായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ കുട്ടി നല്ല ശേഷികൾ ആർജിക്കുകയും നല്ല സ്വഭാവം ആർജിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് അറ്റ്മോസ്ഫിയറുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്കടക്കം നമുക്ക് നല്ല രീതിയിലുള്ള അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് അധ്യാപകരും ഒരുപാട് മറ്റേണൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഫാമിലിയിൽ തേർഡ് പേഴ്സൺസൊക്കെ നമുക്ക് ചുറ്റിനും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അതേപോലെയുള്ള ഒരു അന്തരീക്ഷം നമുക്ക് കൂടുതലായിട്ട് വികസിപ്പിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഏർലി ചൈൽഡ്ഹുഡ് പീരീഡിലുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് അടക്കം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും.